ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വ്യത്യസ്ത പ്രാർത്ഥനകൾ. പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറുന്നു എങ്കിൽ വിവിധ നിലകളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. ഒരേ നിലയിൽ തന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. വ്യത്യസ്തമാകുന്ന പ്രാർത്ഥനകൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വളരെ സജീവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. 2 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, എൻ്റെ പ്രാർത്ഥനയിൽ, അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച്. രാവും പകലും ആ നിലയിൽ പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനാകുന്ന പൗലോസ്. സമാനമാകുന്ന പ്രാർത്ഥനാ ജീവിതം വളർത്തിയെടുക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും മരിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന എത്തിച്ചേരുന്നത് ദൈവസിംഹാസനത്തിൻ്റെ മുൻപിലാകുന്നു. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും. ആ പൊൻകലശത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥന എത്തിച്ചേരുന്നത്. പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൂതന്മാർ പ്രാർത്ഥന എടുത്തുകൊണ്ടുപോകുന്നു. ദൂതന്മാരാണ് പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് വരുന്നത്. ദാനിയേലിൻ്റെ അരികിൽ മറുപടിയുമായിട്ട് വന്നത് ദൂതന്മാരാകുന്നു. പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്തുകൊണ്ടുപോകുന്നതും ദൈവത്തിൻ്റെ ദൂതന്മാരാകുന്നു. ആ പ്രാർത്ഥന എത്തിച്ചേരുന്നത് ദൈവസിംഹാസനത്തിന് മുൻപിലുള്ള ആ പൊൻകലശത്തിലാകുന്നു. ഒരിക്കൽ കൂടെ, 4 ജീവികളും 24 മൂപ്പന്മാരും. വെളിപ്പാട് പുസ്തകം 5:8. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട്. പ്രാർത്ഥന ദൈവസിംഹാസനത്തിൻ്റെ അരികിൽ എത്തിച്ചേരുന്നതിനാൽ, ആ പൊൻകലശത്തിൽ പ്രാർത്ഥന എത്തിച്ചേരുന്നതിനാൽ പ്രാർത്ഥന ഒരിക്കലും മരിക്കുന്നില്ല. ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെട്ടാലും നിങ്ങൾ ഉയർത്തിയ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ തുടരുകയാണ്. അനേകരുടെ വിടുതലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം അവർ വിടുവിക്കപ്പെടുകയുണ്ടായി. പിന്നീട് അവർക്കുള്ളൊരു ഖേദം, എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇത്ര വർഷം പ്രാർത്ഥിച്ചതാണ്, ആ സമയത്ത് എനിക്ക് യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞില്ല. അമ്മയുടെ മരണശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാകുന്നു ഈ വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. അത് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം, നിങ്ങളുടെ പ്രാർത്ഥന ഒരു നാളും മരിക്കുന്നില്ല. പ്രാർത്ഥന എന്നും ദൈവസന്നിധിയിൽ തുടരുകയാണ്. വ്യത്യസ്തമാകുന്ന പ്രാർത്ഥനകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷപാത പ്രാർത്ഥനയാണ്. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. പക്ഷപാത പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി, യേശുവിനെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്തവർക്ക് വേണ്ടി, പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി ഒക്കെ നടത്തുന്ന പ്രാർത്ഥനയെ നമുക്ക് പക്ഷപാത പ്രാർത്ഥന എന്ന് വിളിക്കുവാൻ കഴിയും. ഇൻ്റർസെഷൻ, പക്ഷപാത പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന നടത്തുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ആ ഗ്രാമത്തിൽ ഇതുവരെയും യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പക്ഷപാത പ്രാർത്ഥനയാകുന്നു. യഥാർത്ഥത്തിൽ പക്ഷപാത പ്രാർത്ഥനയെ എങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും? ദൈവത്തിനും പാപിക്കും ഇടയിൽ നിന്നുകൊണ്ട്
ദൈവത്തോട് പറയുകയാണ്, ഒരവസരം കൂടെ കൊടുക്കണമേ, ഒരവസരം കൂടെ കൊടുക്കണമേ. അതാണ് പക്ഷപാത പ്രാർത്ഥന എന്ന് പറയുന്നത്. പാപം ചെയ്യുന്നവരുടെ മേൽ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ വന്നു ഭവിക്കും. അത് വരാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിനും പാപിക്കും ഇടയിൽ നിന്നുകൊണ്ട് പക്ഷപാത പ്രാർത്ഥന ചെയ്യുന്ന വിശുദ്ധൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ഒരവസരം കൂടെ കൊടുക്കണമേ, ഒരവസരം കൂടെ കൊടുക്കണമേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും. വീണ്ടും ഞങ്ങളുടെ രാജ്യത്തിന് ഒരവസരം കൂടെ കൊടുക്കണമേ. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. യേശുവേ, അവർ അങ്ങയെ കണ്ടുമുട്ടുവാനുള്ള വഴികൾ തുറക്കണമേ, അവരിലൂടെ നല്ല ഭരണം ഞങ്ങൾക്ക് ലഭിക്കണമേ. ആ നിലയിൽ വളരെ വിശാലമാകുന്ന സാധ്യതയുള്ള പ്രാർത്ഥനയാകുന്നു പക്ഷപാത പ്രാർത്ഥന. പക്ഷപാത പ്രാർത്ഥനയിൽ അപേക്ഷയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഉയർത്തുന്നത്. ഇന്ന വ്യക്തിയെ രക്ഷിക്കണമേ, ഇന്ന രാജ്യത്തെ രക്ഷിക്കണമേ, രാജാക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക്, ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല ഭരണം ലഭിക്കണമേ. അത് ദൈവസന്നിധിയിൽ ഉയർത്തുന്ന അപേക്ഷകളാകുന്നു. പഴയ നിയമത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം നടത്തുന്ന പക്ഷപാത പ്രാർത്ഥന കാണുവാൻ കഴിയുന്നുണ്ട്. സോദോമിൻ്റെ മേൽ, ഗോമോറയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുവാൻ പോകുമ്പോൾ അബ്രഹാം അടുത്ത് ചെന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അങ്ങനെ ദൈവസന്നിധിയിൽ പക്ഷപാത പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഭാഗികമായിട്ട് മാത്രമേ വിജയിച്ചുള്ളൂ. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലോത്തും തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളും മാത്രമാണ് രക്ഷപ്പെട്ടത്. ലോത്തിൻ്റെ ഭാര്യ പോലും ആ ന്യായവിധിയിൽ പെട്ടുപോയി. അവൾ രക്ഷപ്പെട്ട് ഓടുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കിയതിനാൽ അവളുടെ ആഗ്രഹം മുഴുവൻ ആ പട്ടണത്തിൻ്റെ മേൽ കിടന്നിരുന്നു. ആ പട്ടണത്തിലെ വസ്തുവകകളുടെ മേൽ അവളുടെ ആഗ്രഹം കുടുങ്ങിക്കിടന്നിരുന്നതിനാൽ അവൾ ഓടുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കി ഇല്ലാതെയായി തീർന്നു, ഉപ്പുതൂണായി തീർന്നു. 3 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അബ്രഹാം ഉയർത്തിയ പക്ഷപാത പ്രാർത്ഥനയുടെ ഫലമായിട്ട് 3 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് മോശ ഉയർത്തുന്ന പക്ഷപാത പ്രാർത്ഥന കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്ന് അവർ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ദൈവം ആ ജനത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച് ആ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം തീരുമാനിച്ച സന്ദർഭത്തിൽ മോശ ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, അവരോട് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യത്തിൽ, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. എന്തൊരു തീവ്രമാകുന്ന പ്രാർത്ഥനയാണ്. താൻ നഷ്ടപ്പെട്ടാലും സാരമില്ല, ആ ജനം രക്ഷപ്പെടണമെന്നുള്ള തീവ്രമാകുന്ന ആഗ്രഹത്തിൽ നിന്ന് മോശ ഉയർത്തുന്ന പക്ഷപാത പ്രാർത്ഥന, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. അതിതീവ്രമാകുന്നൊരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇസ്രായേൽ ജനം മുഴുവൻ അപ്പോൾ വിടുവിക്കപ്പെടുകയുണ്ടായി. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ഇസ്രായേൽ ജനം മുഴുവൻ ആ സമയത്ത് വിടുവിക്കപ്പെട്ടു. അവർ അന്യാരാധനയിലേക്ക് പോകുകയും ദൈവത്തെ അവർ തള്ളിപ്പറയുകയും ചെയ്ത ആ സമയത്ത് ദൈവത്തിൽ നിന്ന്, യഹോവയാകുന്ന ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ന്യായവിധി അവരിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ മോശ ഇടയിൽ നിന്ന് ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇൻ്റർസീഡ് ചെയ്യുകയാണ്, പക്ഷപാത പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇസ്രായേൽ ജനം രക്ഷപ്പെടുകയുണ്ടായി. ഇവിടെ മോശയോട് ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്, ഞാൻ അവരെ നശിപ്പിക്കാം, നിന്നെ ഒരു വലിയ ജനമാക്കാം. മോശ പറഞ്ഞു, വേണ്ട, അത് വേണ്ട, അവരെ നശിപ്പിക്കരുത്, എന്നെ ജനമൊന്നും ആക്കേണ്ട, അവരെ നശിപ്പിക്കരുത്. ആ നിലയിൽ
സമർപ്പിതനായിരുന്നു മോശ. ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാൻ വേണ്ടി ദൈവമയച്ച ദൈവത്തിൻ്റെ ദാസനാകുന്ന മോശ ആഴമേറിയ സമർപ്പണമുള്ള വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ പ്രകൃതമുള്ള, ദൈവത്തിൻ്റെ നേച്ചറുള്ള, ദൈവത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ദൈവത്തിന് മനുഷ്യരോട് തോന്നുന്ന അതേ അളവിൽ കരുണ തോന്നുന്ന ഒരു നേതാവായിരുന്നു മോശ. മോശ ഇസ്രായേൽ ജനതയെ തൻ്റെ പക്ഷപാത പ്രാർത്ഥനയിലൂടെ രക്ഷപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ പക്ഷപാത പ്രാർത്ഥന നടത്തുവാൻ തയ്യാറാകുക. നിങ്ങളുടെ ബന്ധുക്കളുടെ വിടുതലിന് വേണ്ടി, നിങ്ങളുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരുടെ വിടുതലിന് വേണ്ടി, നിങ്ങളുടെ രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി, രാജാക്കന്മാരുടെ വിടുതലിന് വേണ്ടി പക്ഷപാത പ്രാർത്ഥന നടത്തുക. നിങ്ങൾ ഉയർത്തുന്ന ആ പ്രാർത്ഥനയുടെ ഫലമായി അനേകർ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. നാം ഓരോരുത്തരും കർത്താവിനെ കണ്ടുമുട്ടിയത്, യേശുവിനെ കണ്ടുമുട്ടിയത്, അതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടി ആരോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ മാതാവും പിതാവും ദീർഘനാളുകൾ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ പറയുന്നത് 13 വർഷം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ എനിക്ക് യേശുവിനെ കണ്ടുമുട്ടുവാനുള്ള അവസരം ലഭിച്ചു. ഞാൻ ശുശ്രൂഷയിലായി. എൻ്റെ ശുശ്രൂഷയിൽ പിന്നീട് അനേകം വർഷങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കുവാനും എൻ്റെ മാതാവിനും പിതാവിനും അവസരം ലഭിച്ചു. അങ്ങനെ ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങൾ ഇന്ന് യേശുവിനെ അനുഗമിക്കുന്നത്. അതേ ദൗത്യം തന്നെ കർത്താവ് നിങ്ങളുടെ മേലും ഏൽപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിനെ ഇതുവരെ കണ്ടുമുട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരും യേശുവിനെ കണ്ടുമുട്ടട്ടെ. നിങ്ങളുടെ പക്ഷപാത പ്രാർത്ഥനയുടെ ഫലമായി അനേകർ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രെയർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അപേക്ഷയല്ല. പക്ഷപാത പ്രാർത്ഥനയിൽ അപേക്ഷകളാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയിൽ കൽപ്പനകളാണ് പുറപ്പെടുവിക്കുന്നത്. ക്രിസ്തുവിൽ നാം ആരാകുന്നു എന്നുള്ള വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നാം കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിൽ നമുക്കവിടെ പ്രെയർ ഓഫ് ഫെയ്ത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആലയത്തിൽ സുന്ദരമെന്ന ആ ഗോപുരവാതിൽക്കൽ ഒരു മുടന്തനിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് 6-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഇവിടെ അപേക്ഷയല്ല, ഇവിടെ കൽപ്പനയാണ് പുറപ്പെടുവിക്കുന്നത്. ദൈവം എന്നെ അധികാരസ്ഥാനത്താക്കിയിരിക്കുകയാണ്. ആ അധികാരസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ്, നസറേയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ നാം പ്രെയർ ഓഫ് ഫെയ്ത്ത് ആണ് പുറപ്പെടുവിക്കേണ്ടത്. എപ്പോഴും അപേക്ഷകൾ ദൈവസന്നിധിയിൽ ഉയർത്തുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. പ്രെയർ ഓഫ് ഫെയ്ത്ത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിലെ ചെങ്കടലിൻ്റെ അരികിൽ വന്ന സന്ദർഭത്തിൽ മോശ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? നീ എന്നോട് നിലവിളിച്ചത് കൊണ്ടോ, എന്നോട് കർത്താവേ സഹായിക്കണമേ, ചെങ്കടലിനെ വിഭജിക്കണമേ എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ഞാനല്ല പ്രവർത്തിക്കേണ്ടത്, നീയാണ് പ്രവർത്തിക്കേണ്ടത്. യഹോവയാകുന്ന ദൈവം മോശയോട് പറയുന്നത് ശ്രദ്ധിക്കുക, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ആരാത് ചെയ്യേണ്ടത്? മോശയാണത് ചെയ്യേണ്ടത്. ഇത് പ്രെയർ ഓഫ് ഫെയ്ത്ത് ആണ്. വടി കടലിൻ്റെ മേൽ നീട്ടി അതിനെ വിഭജിക്കുക. നിങ്ങളുടെ ഭവനത്തിന് വിരോധമായി വരുന്ന ആ ആക്രമണത്തെ തകർക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പോയി നിലവിളിച്ചതുകൊണ്ടോ അപേക്ഷിച്ചതുകൊണ്ടോ കാര്യമില്ല. ക്രിസ്തുവിൽ നിങ്ങൾ ആരാകുന്നു എന്നുള്ള ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട്, ഞാനൊരു രാജകീയ പുരോഹിതനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു, ഞാൻ ദൈവകുടുംബത്തിൽ അംഗമാകുന്നു, ഈ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട്, പുത്രത്വത്തിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് കൽപ്പിക്കണം, എൻ്റെ ഭവനത്തിന് വിരോധമായി വരുന്ന ആക്രമണങ്ങളെ ഞാൻ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു. യഹോവയാകുന്ന ദൈവം മോശയോട് പറയുകയാണ്, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. നിന്റെ ചുമതലയാണ്. പത്രോസും യോഹന്നാനും ആ മുടന്തൻ്റെ അരികിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പറയുകയല്ല, കർത്താവേ ഇവനെ സൗഖ്യമാക്കണമേ, ഇവനെ സൗഖ്യമാക്കണമേ. കർത്താവ് പറയും, നീ സൗഖ്യമാക്ക്, അത് നിന്റെ ചുമതലയാണ്. ആ അധികാരം ഞാൻ നിനക്ക് നൽകിയിരിക്കുകയാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ നടക്കാം. പ്രെയർ ഓഫ് ഫെയ്ത്ത്.
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ നമുക്ക് തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനാകുന്ന ഏലിയാവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഏലിയാവ് ആഹാബിൻ്റെ മുൻപിൽ ചെന്നിട്ട് നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനം അതൊരു പ്രെയർ ഓഫ് ഫെയ്ത്ത് ആണ്. ആഹാബിൻ്റെ മുൻപിൽ ചെന്നിട്ട് ഏലിയാവ് വിളിച്ചു പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. പ്രവാചകനാകുന്ന ഏലിയാവ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ അടച്ചു. അത് പ്രെയർ ഓഫ് ഫെയ്ത്ത് ആണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇവിടെ ഈ ഏലിയാവ് ആഹാബിൻ്റെ മുൻപിൽ ഇത്രയും ധൈര്യത്തോടുകൂടെ നിൽക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഏലിയാവ് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയല്ലേ. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു രാജാവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ ഭയമില്ല. മാത്രമല്ല ഏലിയാവിനെ ശ്രദ്ധിക്കുക, ഏലിയാവ് ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ ആഹാബ് ഇസബേല് ഇവർ ജനത്തെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തെ തകർക്കുകയാണ്. ഇസബേലും ആഹാബും അന്ന് ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, മഞ്ഞിൻ്റെയും മഴയുടെയും ദൈവം ബാലാണ്. ആ ഒരു തെറ്റായ പഠിപ്പിക്കലിനെ ഏലിയാവ് തകർക്കുകയാണ്. ഏലിയാവ് പറയുന്നത്, നീ പറയുന്നു മഞ്ഞിൻ്റെയും മഴയുടെയും ദൈവം ബാലാകുന്നു എന്ന്. എന്നാൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. അഥവാ ഏലിയാവ് വെളിപ്പെടുത്തുന്നത് ജീവനുള്ള ദൈവം യഹോവയാകുന്നു. മഞ്ഞ് നൽകിത്തരുന്നത്, മഴ നൽകിത്തരുന്നത്, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളത്, ഈ പ്രകൃതിയെ മുഴുവൻ സൃഷ്ടിച്ചത് യഹോവയാകുന്ന ദൈവമാകുന്നു എന്നുള്ള സത്യമാണ് ഏലിയാവ് അവിടെ വിളിച്ചു പറയുന്നത്. പ്രെയർ ഓഫ് ഫെയ്ത്ത്. ജീവിത സാഹചര്യങ്ങളിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നു, പ്രെയർ ഓഫ് ഫെയ്ത്ത് പുറപ്പെടുവിക്കുക. ശരീരത്തിൽ രോഗം വരുമ്പോൾ എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാതെ, അപേക്ഷിച്ചു കൊണ്ടിരിക്കാതെ, അധികാരം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അധികാരികളാകുന്നു എന്നുള്ള വെളിപ്പാടിൽ നിന്നുകൊണ്ട് ആ രോഗശക്തിയോട് പറ, ശരീരം വിട്ട് പുറത്തു പോകാം, കൽപ്പിക്കുക. പ്രെയർ ഓഫ് ഫെയ്ത്ത്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു ഒരിക്കൽ ഒരു അതിയെ ശപിക്കുകയുണ്ടായി. അടുത്ത ദിവസം വരുമ്പോൾ ആ അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയത് കണ്ടു. മർക്കോസ് 11:20. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. ആ സമയത്ത് 22-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ, അല്ലെങ്കിൽ ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഉള്ളവരായിരിപ്പീൻ, ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസം ഉള്ളവരായിരിപ്പീൻ. യേശു ക്രിസ്തുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ലഭിച്ചിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ലഭിച്ചിട്ടുണ്ട്. ആ ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് മതി, ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസം മതി. 23-ാമത്തെ വാക്യം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഉള്ളവർ കൽപ്പിക്കണം, മുൻപിൽ നിൽക്കുന്ന മലകളോട് പറയണം, നിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ പ്രതിസന്ധി അതൊരു മലയാണ്, ആ രോഗം ഒരു മലയാണ്, ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊരു മലയാണ്, അതിനോട് കൽപ്പിക്കണം, പോയി കടലിൽ വീഴുക. 24-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. 25, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോടും ക്ഷമിപ്പീൻ. മനസ്സിന് സുഖമുണ്ടാകണം, മനസ്സിന് സൗഖ്യമുണ്ടാകണം. നിങ്ങളുടെ മനസ്സാണ് പലപ്പോഴും നിങ്ങളെ ചതിക്കുന്നത്. മനസ്സിൽ പൂർണ്ണ സൗഖ്യം, ആ സൗഖ്യത്തോടുകൂടെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് അധരത്തിലൂടെ പുറപ്പെടുവിക്കുന്നു, കൽപ്പനകളാൽ അധരത്തിലൂടെ പുറപ്പെടുവിക്കുന്നു. നിങ്ങൾ കൽപ്പിക്കുന്നു, ആ കൽപ്പനകളാൽ അധരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മലകൾ പോയി കടലിൽ വീഴുവാൻ പോകുകയാണ്. പ്രാർത്ഥിച്ച കാര്യത്തിന് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നു, നിങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി ലഭിക്കുകയാണ്. പ്രെയർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. ആമേൻ, ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകട്ടെ. വേറൊരു പ്രാർത്ഥന, പ്രെയർ ഓഫ് എഗ്രിമെൻറ്റ്.
മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. പ്രയർ ഓഫ് എഗ്രിമെൻറ്റ്. 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ലത് ഭാര്യയും ഭർത്താവും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ചില പ്രതിസന്ധികൾ വന്ന സന്ദർഭത്തിൽ ഞങ്ങളൊരു കസേര നടുക്കിട്ടതിന് ശേഷമായിട്ട് ഞാനും ഷീബയും റെബക്കയും തബീതയും ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് ആ കസേരയ്ക്ക് ചുറ്റും നടന്നത് യെരിഹോ കോട്ടയാണ് എന്ന് ഞങ്ങൾ സങ്കല്പിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന കോട്ടയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനു ചുറ്റും നടന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രയർ ഓഫ് എഗ്രിമെൻറ്റ്. യോജിപ്പ് ഉള്ള പ്രാർത്ഥന, ഒരുമനപ്പെട്ട പ്രാർത്ഥന, ഒരുമനയോടുകൂടിയുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള പ്രാർത്ഥന, പ്രയർ ഓഫ് എഗ്രിമെൻറ്റ്. ആ പ്രാർത്ഥന വെരി പവർഫുൾ, വളരെ വളരെ ശക്തിയുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ആ വാഗ്ദാനത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസിൻ്റെ, ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, ഫുൾഫിൽമെൻറ്റിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവരൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ലഭിച്ച ആ വാഗ്ദാനത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രയർ ഓഫ് എഗ്രിമെൻറ്റ്, 120ഓളം ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രയർ ഓഫ് എഗ്രിമെൻറ്റ്, ആ പ്രയർ ഓഫ് എഗ്രിമെൻറ്റിൻ്റെ ഫലമായിട്ടാകുന്നു നമുക്ക് 2-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ആ എഴുന്നള്ളത്തിന് കാരണമായ പ്രയർ ഓഫ് എഗ്രിമെൻറ്റ്, ഒരുമിച്ചുള്ള പ്രാർത്ഥന. വീട്ടിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന നടക്കട്ടെ. സഭയിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന, പ്രയർ ഓഫ് എഗ്രിമെൻറ്റ് നടക്കട്ടെ. ചില രോഗികളുടെ കിടക്കകൾ മാറുവാൻ തക്കവണ്ണമായി സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തിയിൽ അത് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ പത്രോസ് തടവറയിലായിരുന്ന സന്ദർഭത്തിൽ 5-ാം വാക്യത്തിൽ ഇങ്ങനെ, പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സഭ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. ചില ദൈവദാസന്മാർ മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കട്ടെ. തടവറയിൽ കിടക്കുന്ന ചില ദൈവദാസന്മാർ തടവറ വിട്ട് പുറത്തു വരേണ്ടതിന് സഭ ശ്രദ്ധയോടുകൂടെ ഒരുമനപ്പെട്ട് പ്രയർ ഓഫ് എഗ്രിമെൻ്റ് നടത്തട്ടെ. ഒരുമിച്ച് ഒരു മനസ്സുള്ളവരായി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. കോട്ടകൾ ഇടിയുവാൻ പോകുന്നു. രോഗക്കെട്ടുകൾ പൊട്ടിമാറുവാൻ പോകുന്നു. തടവറകളിലായിരിക്കുന്നവർ പുറത്തു വരുവാൻ പോകുന്നു. അതിശയങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ തളർന്നു പോകരുത്, മടുത്തു പോകരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ മുന്നേറുക. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിന് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. മടുത്തു പോകരുത്. മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങളുടെ പക്കൽ ലഭിച്ചിരിക്കുന്ന ഈ ആത്മീക ആയുധം ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന പുറപ്പെടുവിക്കേണ്ടപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന, പ്രയർ ഓഫ് എഗ്രിമെൻ്റ് പുറപ്പെടുവിക്കേണ്ടപ്പോൾ പ്രയർ ഓഫ് എഗ്രിമെൻ്റ് പുറപ്പെടുവിക്കുക, പക്ഷപാത പ്രാർത്ഥന പുറപ്പെടുവിക്കേണ്ടപ്പോൾ പക്ഷപാത പ്രാർത്ഥന പുറപ്പെടുവിക്കുക. അങ്ങനെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, ആവശ്യങ്ങൾ മനസ്സിലാക്കി വ്യത്യസ്ത പ്രാർത്ഥനകളെ നടപ്പിലാക്കുക. അവിടെ നല്ല ഫലങ്ങൾ കാണുവാൻ പോകുന്നു. വളരെ വലിയ ഫലങ്ങൾ കാണുവാൻ പോകുന്നു. ഇത് മാത്രമല്ല, ഇനിയും അനേകം നിലയിലുള്ള പ്രാർത്ഥനകളുണ്ട്. അന്യഭാഷയിലുള്ള പ്രാർത്ഥന വെരി പവർഫുള്ളാണ്. വളരെ ഉപകാരങ്ങൾ ലഭ്യമാകുന്ന, നല്ല ഫലങ്ങൾ ലഭിക്കുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അങ്ങനെ വ്യത്യസ്തമാകുന്ന ഈ പ്രാർത്ഥനകളെ നടപ്പിലാക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് തന്നെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ഒരു മാൻഡിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ വന്നു വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ സജീവമാകുവാൻ പോകുന്നു, മൂർച്ചയുള്ളതായി തീരുവാൻ പോകുന്നു. ദൈവരാജ്യത്തിൽ ഒരുപാട് ഫലങ്ങൾ, നല്ല ഫലങ്ങൾ
പുറപ്പെടുവിക്കുന്ന ഒരു പ്രയർ വാറിയറായി കർത്താവ് നിങ്ങളെ മാറ്റുവാൻ പോകുന്നു. ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി കർത്താവ് നിങ്ങളെ മാറ്റുവാൻ പോകുന്നു. ഇപ്പോൾ തന്നെ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം, ഒരു മാൻഡിൽ അവരുടെ മേൽ വന്നു വീഴട്ടെ. അവരുടെ പ്രാർത്ഥനാ ജീവിതം സജീവമാകട്ടെ, സജീവമാകട്ടെ, സജീവമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അവരിലൂടെ പുറപ്പെടട്ടെ. പ്രയർ ഓഫ് എഗ്രിമെൻ്റ് അവരിലൂടെ പുറപ്പെടട്ടെ. പക്ഷപാത പ്രാർത്ഥന അവരിലൂടെ പുറപ്പെടട്ടെ. അന്യഭാഷയിലുള്ള പ്രാർത്ഥന അവരിലൂടെ പുറപ്പെടട്ടെ. വിവിധ പ്രാർത്ഥനകളെ തക്ക സമയങ്ങളിൽ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനത്താൽ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. സൈനസൈറ്റിസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി ഫെയിലിയർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പുതിയ അവയവങ്ങൾ യേശുവിൻ നാമത്തിൽ ലഭിക്കട്ടെ. അസ്ഥികളിലുള്ള വേദനകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ശരീരം വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ മസിൽ പങ്ക്ചർ, ആർക്കോ മസിൽ പങ്ക്ചർ ഉണ്ടായിരിക്കുന്നു, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഒരു അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. ഇൻഫെക്ഷൻസ് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. യൂറിനറി ഇൻഫെക്ഷൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. വേദനകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. സ്കിൻ ഡിസീസസ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക മേഖലകളിൽ സംഘർഷം അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. പുതുവഴികൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. അത്ഭുതകരമാകുന്ന സാമ്പത്തികമാകുന്ന പ്രൊവിഷൻസ് അവർക്ക് വേണ്ടി തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. കടുത്ത ദുഃഖത്തിൽ, നിരാശയിൽ, ആന്തരിക സംഘർഷങ്ങളിലായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. മനസ്സിന് വിരോധമായി സംഘർഷങ്ങളെ പുറപ്പെടുവിക്കുന്ന പൈശാചിക ശക്തികൾ അവരെ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ നിങ്ങൾ ഈ സന്ദേശം ഹൃദയപൂർവ്വം സ്വീകരിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം. വിശേഷാൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.